മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും മറ്റ് ഇടങ്ങളിലുമായി നടത്തിയ ഇഡി പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി അടക്കമുള്ളവരാണ് കഴിഞ്ഞ രാത്രി പിടിയിലായത്. ആദ്യം അറസ്റ്റിലായ 5 പേരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അൻഫ്രിഡ് ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫ്രിഡ്, CPMനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിരോധത്തിലായ ഒരു സംഭവമാണ് ഈ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം. അതിന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുകയാണ്. ഏകദേശം 300ഓളം പേരെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ അറസ്റ്റിലേക്ക് എത്തുന്നു. മുൻ കൗൺസിലർ അടക്കം അറസ്റ്റിലാകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. ഒപ്പം നേരത്തെ അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ടല്ലോ, വിവരങ്ങൾ? അതെ അഖില, തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഏറ്റവും കൂടുതൽ വെട്ടിലായ ഒരു കേസ് കൂടിയാണ്. കാരണം ഇത്രയേറെ ഒരു കലാപ സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ അക്രമ സാഹചര്യം ഉണ്ടാകുമെന്നറിയിട്ടും വേണ്ടത്ര പോലീസ് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നു. DGP റിപ്പോർട്ട് നൽകുകയൊക്കെ ചെയ്തു. ആഭ്യന്തരമന്ത്രി DGPയെ നേരിട്ട് വിളിച്ചാണ് റിപ്പോർട്ട് തേടുകയൊക്കെ ചെയ്തത്. വലിയ രീതിയിലാണ് ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ ശക്തമായി തന്നെ പാർട്ടി ഓഫീസിൽ, നമുക്കറിയാവുന്ന പാർലമെന്റ് കമ്മിറ്റി ഓഫീസിനകത്ത് കയറി പ്രവർത്തകരെ ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്യാനൊക്കെ നടത്തിയ മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ്. പക്ഷെ അതിന് ഏറ്റവും 300 പേരെ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസ് എന്ന രീതിയിലാണ് ഇത് ചുമത്തിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ പിടിയിലായിരിക്കുന്നത് 25 CPM പ്രവർത്തകരാണ്. അതിലാണ് ഇന്നലെ ഒരു മുൻ കൗൺസിലറായ ആറ്റുകാൽ ഉണ്ണി ഉൾപ്പെടെ, ആറ്റുകാൽ ഉണ്ണിക്ക് ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരുന്നതാണ്. ഇവരൊക്കെ ഒളിവിലായിരുന്നു. അപ്പോൾ ആറ്റുകാൽ ഉണ്ണി അടക്കം 6 പേരെയാണ് ഇന്നലെ CPM പ്രവർത്തകരാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പിടിയിലായിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആകെ 25 പ്രതികൾ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതര വകുപ്പുകളാണ്. അതായത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഇഡി ഉദ്യോഗസ്ഥരെ വധിക്കാനായി ശ്രമിച്ചു, വധശ്രമവും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു. ഈ 2 വളരെ ഗുരുതരമായ വകുപ്പുകളും ജാമ്യമില്ലാ വകുപ്പുകളുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് ആദ്യ ദിവസം തന്നെ ഈ ആക്രമണം നടന്ന് തൊട്ടടുത്ത ദിവസം പിടിയിലായ 5 പേരുണ്ടായിരുന്നു. ആ 5 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുക തിരുവനന്തപുരം കോടതി. ഒപ്പം തന്നെ ഇന്നലെയായിരുന്നു ബാക്കി ഒരു 13 പേര് ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഇന്നൊരു 6 പേരും കൂടി ഇന്ന് രാത്രി അർദ്ധരാത്രിയോട് പിടിയിൽ. അങ്ങനെയാണ് ആകെ ഈ കേസുമായി ബന്ധപ്പെട്ട് 25 പേർ പിടിയിലായിരിക്കുന്നത്. 25 പേരും CPM പ്രവർത്തകർ തന്നെയാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് വലിയ വീഴ്ച സംഭവിച്ചൊരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെയും ഈ കേസിൽ പരാതിക്കാരായിരിക്കുന്നത് ഇഡി ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടി ആയതുകൊണ്ട് വളരെ ശക്തമായി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംഘർഷം, നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിലാണ് ഇതിലൊക്കെ വകുപ്പുകളൊക്കെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ പോലീസ് സംയമനം പാലിച്ചു. പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഈ രീതിയിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ല എന്ന് ചോദിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഒരു സംയമനം, കൂടുതൽ പ്രകോപനം ഉണ്ടാക്കത്തില്ല, കലാപത്തിലേക്ക് കടക്കാതിരിക്കാനായി സംയമനം പാലിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തൊരു കേസായതുകൊണ്ട് പരാതിക്കാരായ ഇഡി പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയും കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ നിലവിൽ പിടിയിലായിരിക്കുന്ന അറസ്റ്റിലായിരിക്കുന്ന 25 പേർക്ക് പുറമെ കൂടുതൽ പേർ ഇപ്പോൾ ഒളിവിലും കഴിയുന്ന കൂടുതൽ ഇഡിയുടെ കയ്യിൽ, അതായത് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ മാധ്യമങ്ങളുടെ പകർത്തിയ ദൃശ്യങ്ങളും മറ്റു ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ കയ്യിലുള്ള ലിസ്റ്റിൽ അനുസരിച്ച് കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത. അത് തന്നെയാണ് പോലീസ് അന്വേഷണം ശക്തമാക്കുന്നതും തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആദ്യം അറസ്റ്റ് ചെയ്ത 5 പേരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ശരി, അൻഫ്രിഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇഡിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒപ്പം 6 പേരെ കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.